ശബരിമലയിൽ നടൻ ദിലീപിനൊപ്പം മറ്റ് 3 പേർ കൂടി പോലീസ് അകമ്പടിയോടെ സോപാനത്തേക്ക് വന്നതായി കണ്ടെത്തൽ. ആലപ്പുഴ ജില്ലാ ജഡ്ജി കെ രാധാകൃഷ്ണൻ, KP അനിൽകുമാർ എന്നിവരും ദർശനത്തിന് എത്തിയെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ വിശദീകരണം തേടുമെന്ന് ഹൈക്കോടതിയെ അറിയിച്ചു. അതേസമയം കാര്യത്തിൽ വളരെ ഗൗരവത്തോടുകൂടിയാണ് കോടതി വിഷയത്തെ സമീപിക്കുന്നത്. ബിനിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ബിനിൽ, എത്രത്തോളം ഗൗരവത്തോടുകൂടി സംഭവത്തെ കാണുന്നുണ്ട്? ദേവസ്വം ബോർഡിന്റെ വിശദീകരണം എങ്ങനെയാണ്? VIP ദർശനം പാടില്ല എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. ദിലീപ് കൂടി ചിത്രത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ എല്ലാ ഭക്തരും ഒരുപോലെ ആയിരിക്കണം. VIP ദർശനം പാടില്ല. അത് നേരത്തെ തന്നെയുള്ള ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അതിന്റെ നഗ്നമായ ലംഘനം ഇന്നലെ ഉണ്ടായിട്ടുണ്ടെന്ന ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ലഭിക്കുകയായിരുന്നു. അതായത് ADM ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകുന്നത്. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് വരുന്നു. ഇന്ന് ഹൈക്കോടതി അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ അതിൽ ഇടപെടുകയാണ് ചെയ്തത്. ഹൈക്കോടതി ഇന്ന് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെയാണ് പോലീസ് അകമ്പടിയോടുകൂടി ദിലീപിന് സോപാനത്തിലേക്ക് എത്താൻ കഴിയുക, അതായത് ശബരിമല സന്നിധാനത്തേക്ക് എത്താൻ കഴിയുക എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഈ പോലീസ് അകമ്പടിയോടുകൂടി സോപാനത്തേക്ക് വരികയും ഇന്നലെ രാത്രി ഹരിവരാസനം ചൊല്ലുന്നതിന് തൊട്ടു മുൻപ് ദിലീപ് എത്തുന്നു. ഹരിവരാസനം പൂർത്തിയായി നട അടയ്ക്കുമ്പോഴാണ് ദിലീപ് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നത്. അത്രയും നേരം സോപാനത്ത് ദർശനവുമായി ദിലീപ് നിൽക്കുകയാണ് ഉണ്ടായത്. അതായത് ആ ക്യൂവിലൂടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കടന്നു പോകുന്നത് നമുക്ക് കാണാം. അവർക്ക് മുന്നിലാണ് ദിലീപ് നിൽക്കുന്നത്. ആ ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇന്ന് ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ അവിടെ ക്യൂ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു വ്യക്തിക്ക്, ദിലീപിന്, ഇത്രയധികം സമയം ശബരിമല സോപാനത്ത് തുടർന്ന് ആ ഹരിവരാസനം പാടിത്തീരുന്നത് വരെ അവിടെ നിന്ന് ദർശനം നടത്താൻ കഴിഞ്ഞത് എന്നതാണ് ചോദ്യം. അതായത് ഒരു തരത്തിലുള്ള VIP ദർശനവും പാടില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് പോലീസ് അകമ്പടിയോടുകൂടി വരിക, ഇത്തരത്തിൽ ദർശനം നടത്തി പോവുക, അത് എങ്ങനെ സാധ്യമാകും? അത് കൃത്യമായ കോടതി ലക്ഷ്യമാണ് എന്നതാണ് കോടതിയുടെ നിലപാട്. അതുകൊണ്ട് വേണ്ടിവന്നാൽ കോടതി ലക്ഷ്യ നടപടിയിലേക്ക് പോകുമെന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ദേവസ്വം ബോർഡിനും ദിലീപിനും എതിരെയായിരിക്കും നടപടി വരിക. കേസിൽ ദിലീപിനെ കക്ഷി ചേർക്കുമെന്ന് കൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ ശബരിമല സന്നിധാനത്തെ എത്രത്തോളം ഒരുപക്ഷെ ഉൾക്കാഴ്ചയോടുകൂടി ദേവസ്വം ബോർഡ് സ്വീകരിക്കേണ്ടി വരും. കാരണം അവിടുത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് പ്രത്യേക ബെഞ്ച് ശബരിമലയ്ക്ക് വേണ്ടിയുണ്ട്. ആ ശബരിമല ബെഞ്ച് കൂടി പല കാര്യങ്ങൾ, കാരണം സുനിൽ സ്വാമിയുടെ കാര്യമുണ്ടല്ലോ. സുനിൽ സ്വാമിയൊക്കെ, ഞാനൊക്കെ ഇവിടെ ശബരിമലയിൽ റിപ്പോർട്ടിങ്ങിന് പോയ എത്രയോ വർഷക്കാലങ്ങൾക്ക് മുമ്പേ സുനിൽ സ്വാമി ഇങ്ങനെ കാണുകയാണ്. അവിടെ അദ്ദേഹത്തിന് വേണ്ടി മാത്രം ആ സോപാനത്തിന് അപ്പുറത്ത് ഒരു റൂം തന്നെ സ്വന്തമാക്കി വെച്ചേക്കുന്നു. മാത്രമല്ല ബിനിൽ, അതിനേക്കാൾ ഉപരിയായിട്ട് 41 ദിവസമൊക്കെ വ്രതമെടുത്ത് വരുന്ന തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇരുമുടിക്ക് കെട്ട് ചുമരിലേന്തി വന്നിങ്ങനെ പോവുകയാണ്. അവരെയൊക്കെ തന്നെ തള്ളിയാണ് വിടുന്ന പോലീസ്. ഒരു മിന്നായം പോലെ മാത്രമേ അയ്യപ്പനെ ഒന്ന് കാണാൻ കഴിയൂ. അവർക്ക് ഒരു മിന്നായം പോലെ ചിലർക്ക് കാണാൻ കഴിഞ്ഞെന്നും വരില്ല. അങ്ങനെ ഉള്ളിടത്താണ് നോക്കൂ നിന്ന് ഇത്രയും മണിക്കൂറോളം അവിടെ സ്റ്റഡിയായിട്ട് നിൽക്കുന്നു. അകമ്പടിയായിട്ട് ദേവസ്വം ബോർഡിന്റെ ഗാർഡുകളുമുണ്ട്, പോലീസുകാരുമുണ്ട്. അപ്പോൾ എത്രത്തോളം ഗൗരവമേറിയ വിഷയമാണ് പിന്നിലിത്? പ്രതീക്ഷ, അത് തന്നെയാണ് കോടതി ചോദിച്ചത്. അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് വരുന്ന സാധാരണ അയ്യപ്പ ഭക്തന്മാരുണ്ട്. അവർ മണിക്കൂറുകൾ ക്യൂ നിന്ന് ഈ അയ്യപ്പ ദർശനത്തിനായി എത്തുമ്പോൾ പ്രതീക്ഷ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ കണ്ണിന് മുന്നിൽ നിന്നും മാഞ്ഞു പോകുന്ന രീതിയിൽ അവർക്കൊരു ദർശനം കിട്ടുകയാണ് സാധാരണ പതിവ്. ആ ഒരു സ്ഥലത്താണ് ഇത്രയധികം സമയം VIP-കൾ സോപാനത്ത് തുടരുകയും അവരുടെ ഇഷ്ടം പോലെ അവർ ആ ദർശനം നടത്തുകയും ചെയ്യുന്നത്. അത് പാടില്ല എന്നതാണ് കോടതി നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദിലീപിന്റെ വിഷയത്തിൽ കോടതി ശക്തമായ നിലപാടിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ദിലീപ് മാത്രമല്ല ഇന്നലെ ആ VIP പരിവേഷത്തോടുകൂടി അവിടെ എത്തിയത്. ആലപ്പുഴ ജില്ലാ ജഡ്ജിയായിട്ടുള്ള ശ്രീ KK രാധാകൃഷ്ണൻ, അദ്ദേഹത്തോടൊപ്പവും കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. ഒപ്പം തന്നെ നോർക്കയുടെ ചുമതല വഹിക്കുന്ന ശ്രീ KP അനിൽകുമാറും കൂടെയുള്ളവരും പോലീസ് അകമ്പടിയോടുകൂടി സന്നിധാനത്തേക്ക് എത്തിയെന്നാണ് പറയുന്നത്. ഈ പ്രധാനപ്പെട്ട വ്യക്തികൾ, അതായത് ദിലീപിനെയും ജില്ലാ ജഡ്ജിയായിട്ടുള്ള KK രാധാകൃഷ്ണനെയും KP അനിൽകുമാറിനെയും മുന്നിൽ നിർത്തി തൊഴിക്കുകയും അതിനുശേഷം മറ്റുള്ളവരെ ജനറൽ ക്യൂവിലൂടെ കയറ്റിവിടുകയും ചെയ്തു എന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത്. അവിടെ 2 ദേവസ്വം ഗാർഡുമാരുടെ പേര് ആ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ബിജു ബോസ്, ഷൈൻ T രാജ്, ഇവർക്കായിരുന്നു ആ ആദ്യ വരിയുടെ നിയന്ത്രണ ചുമതല. എന്തായാലും
ഇവിടെ എല്ലാ ബന്ധപ്പെട്ട ഗാർഡുമാരോട് വിശദീകരണം തേടുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്യും. കോടതിക്ക് മുന്നിലേക്ക് ആ CCTV ദൃശ്യങ്ങൾ നാളെ വരാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് കോടതിക്ക് വ്യക്തമാകും. ദിലീപിനെയും കൂട്ടരെയും ഒക്കെ ഈ ദർശനത്തിന് ശേഷം ഈ ദേവസ്വം ഗാർഡുമാർ അനുഗമിച്ചു തന്നെ പോകുന്നത് നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ CCTV വരുമ്പോൾ കോടതിക്ക് കാര്യങ്ങൾ കൂടുതൽ ബോധ്യമാകും. എന്തായാലും ശബരിമല സന്നിധാനത്ത് ജനറൽ ക്യൂ അത് കൃത്യമായി പാലിക്കണമെന്ന് നേരത്തെ തന്നെ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇത്തവണ ഈ ക്യൂ തെറ്റിച്ച ആളുകളെ കയറ്റുന്ന പതിവുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ അത് സംഭവിച്ചു എന്നതാണ് ഈ കോടതിയിലേക്ക് ഈ റിപ്പോർട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതായത് ക്യൂവിന് എതിർ ദിശയിലൂടെ ഈ 3 പേരെയും അകത്തേക്ക് കയറ്റി നൽകിയത്. അങ്ങനെ പ്രത്യേക പരിഗണന നൽകിയുള്ള ദർശനത്തെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും അതിന്റെ ഫോളോ അപ്പ് തേടുകയുമാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. ബില്ലാണ് വിവരങ്ങൾ നൽകിയത്.